ഫെമിനിസം പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന പ്രിയ സഹോദരിമാരെ, വാക്കുകൾ കൊണ്ട് സമത്വത്തിന്റെ പോർവിളി മുഴക്കുന്ന നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ട്? സ്ത്രീ എന്ന ജന്മത്തെ അമ്മയായും ദേവതയായും പാണനെ പോലെ പാടി നടന്ന മണ്ണിൽ സ്ത്രീയായി പിറന്നതുകൊണ്ട് മാത്രം പിച്ച് ചീന്തപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞും വൃദ്ധ മാതാവും വെറും 3 ദിവസത്തെ ചർച്ചകളിൽ അവസാനിച്ചത് നോക്കി നിന്നവരാണ് നിങ്ങൾ. സൗമ്യ എന്ന പാവം പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമിക്ക് കണ്ണു മൂടിക്കെട്ടിയ നീതിപീഠം മൃഷ്ടാന ഭോജനവും പള്ളിയുറക്കവും തരപ്പെടുത്തി കൊടുത്തിയത് നോക്കി നിന്നവരാണ് നിങ്ങൾ. ഫെമിനിസം പറച്ചിൽ മേനിക്കാട്ടൽ മാത്രമല്ലെങ്കിൽ ആർജവത്തോടെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഒരു പിടി നോട്ടുകെട്ടുകൾക്ക് മുന്നിൽ സ്ത്രീ എന്ന മഹത്വത്തെ പച്ചയായി ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നുകാട്ടി കൊടുക്കുകയും നാടുനീളെ നിന്റെ സഹോദരങ്ങൾക്ക് കാണാൻ അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്ത നീ തന്നെയാണ് സ്ത്രീയെ വെറും ഉപഭോക്തൃ വസ്തുവാക്കി മാറ്റിയത്. ആ തുറന്നുകാട്ടലിന്റെ വില പറച്ചിലിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ നമുക്ക് നേരെ തന്നെയാണ് എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിയുക. സ്ത്രീയുടെ ജന്മം തീരാത്ത കണ്ണീരാണെന്നും ആഭാസമാണെന്നും രൗദ്രഭാവമാണെന്നും ചിത്രീകരിക്കാൻ യാതൊരു ഉളുപ്പും കൂടാതെ നിന്നുകൊടുത്തത് നീ തന്നെയാണ്. പകലന്തിയോളം അത് നോക്കി കണ്ണീർ വാർത്തതും നീ തന്നെയാണ്. പച്ച നോട്ടുകൾക്കുള്ളിൽ നിന്റെ അസ്തിത്വത്തെ ഒതുക്കിയും വില പറഞ്ഞുറപ്പിച്ചവർക്ക് മുന്നിൽ ചോദ്യം ചെയ്യാതെ വഴങ്ങിക്കൊടുത്തും നഷ്ടപ്പെടുത്തിയ സ്ത്രീ എന്ന മഹത്വത്തെ തിരിച്ചു കിട്ടണമെങ്കിൽ നാം സ്വയം ഒരു തിരിച്ചറിവിലേക്ക് എത്തിയേ മതിയാവൂ. നമുക്ക് നേരെ നീളുന്ന കൈകൾ തടയാൻ നമുക്കാവണം. അതോടൊപ്പം തന്നെ ആ കൈകൾ നീളാനുണ്ടായ കാരണക്കാർ നാം തന്നെയാണോ എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവണം. വിമിഷ വിനോദ്, public Kerala.in.